എന്നെ അപമാനിച്ചിട്ട് പോയവൻ ഇനി തിരിച്ചു വരാൻ പാടില്ല. അതിന് ഇപ്പൊ ഇടപെട്ടേ പറ്റൂ. നാളെ രാവിലെ എന്റെ എന്താ ഭാര്യയും ഭർത്താവും കൂടി ഒരു കൂടിയാലോചന? ആലോചനയൊക്കെ ഞാൻ കേട്ടു. എന്നും ഒളിഞ്ഞു നിന്ന് കേട്ടുള്ള ശീലമാണല്ലോ. ചിലരൊക്കെ അങ്ങനെയാ, ശീലിച്ചതേ പാലിക്കൂ. മതി മതി കർണാര, ഇത്രയും കാലം ജഗനെ വളർത്തിയ നിങ്ങളെ അവന് വേണ്ട. ഇന്നലെ കണ്ട വന്ദനയാ അവന്റെ മഹാറാണി. അത്രയ്ക്കുണ്ടടാ പുരുഷന്മാരെ വശീകരിക്കാനുള്ള അവളുടെ സാമർത്ഥ്യം. അവരുടെ മുന്നിൽ നീയായിട്ട് അങ്ങോട്ട് താഴാൻ പോകരുത്. അവനും അവളും കൂടെ കുറച്ചുകാലം ആ വാടക വീട്ടിൽ തന്നെ കഴിയട്ടെ. അച്ഛനമ്മമാരെ വെല്ലുവിളിച്ച് ജീവിതം കീഴ്മേൽ മറിച്ച് വിജയിച്ച് കാണിക്കട്ടെ. കുറച്ചുനാള് മുന്നോട്ട് പോകുമ്പോ അവളുടെ വിശ്വരൂപ അവന് താനെ പിടികിട്ടും. അവൻ തന്നെ അവളെ പുറംകാലിനടിച്ച് താനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് തന്നെ വരും. അല്ലാതെ എവിടെ പോകാനാ? അങ്ങനെ താനെ തിരിച്ചു വരുന്നവനെ പെട്ടെന്ന് കയറി ചേർത്ത് പിടിച്ച് അകത്ത് കയറ്റരുത്, പുറത്ത് തന്നെ നിർത്തണം. എന്നിട്ട് തൊഴുത്തിലോ ചായ്പിലോ പോയി കിടക്കാൻ പറയണം. വാടക വീട്ടിൽ കിടന്ന് കൊതുകടിയും മൂട്ടകടിയും കൊണ്ട് അവന്റെ രക്തം നഷ്ടപ്പെടുമ്പോ അവനത് സഹിക്കാൻ പറ്റില്ല. പൊട്ടിക്കരഞ്ഞോണ്ട് വന്ന് അവൻ നിന്റെ കാല് പിടിക്കും. അപ്പോ മാത്രമേ അവനെ ഈ വീട്ടിനകത്തോട്ട് കയറ്റാവൂ. ഞാൻ പറഞ്ഞത് ജഗന്റെ നാശത്തിന് വേണ്ടിയല്ല, അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എല്ലാവരും ഓർത്താ കൊള്ളാം. എന്താ ഒന്നും മിണ്ടാത്തെ? ഇതിനോടൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? ജഗനോട് സ്വന്തം പെങ്ങള് പറഞ്ഞതുപോലെ പെരുമാറാനാണ് ഉദ്ദേശം. ദേ, സ്വന്തം മക്കളുടെ കാര്യത്തില് ഏത് പെങ്ങളാണെങ്കിലും ഇങ്ങനെ ആവശ്യത്തിലധികം ഇടപെടുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വരുതിക്ക് പുറത്താക്കി ആകെ താളം തെറ്റിച്ചിട്ട് അവരങ്ങ് പോകും. ദേ, വയസ്സുകാലത്ത് ഒരു തുള്ളി വെള്ളം തരാനേ ജഗനും വന്ദനയും മാത്രമേ കാണൂ. അതാ നമ്മൾ ഓർക്കേണ്ടത്. കഴിഞ്ഞ തവണ വന്നിട്ട് യാത്ര പോലും പറയാതെയാ നീ പോയത്. എനിക്കത് വലിയ സങ്കടമായി പോയി. എന്ത് പറയാനാ മുത്തശ്ശി, ഇവിടെ കഴിയണമെന്നാ എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ സുഹൃത്തിന് അത് ഇഷ്ടമുണ്ടായിട്ട് വേണ്ടേ? അതുകൊണ്ട് ഞാൻ പിണങ്ങിപ്പോയതാ. എന്നിട്ട് നീ എവിടെയാ താമസിച്ചത്? ബസ് സ്റ്റാൻഡിൽ പത്രം പിരിച്ച് നിലത്ത് കിടന്നുറങ്ങി. ആ തെരുവ് പട്ടികൾ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്താ എനിക്ക് ചുരുണ്ടുകൂടാൻ സ്ഥലം കിട്ടിയത്. ഹോ, ഭാഗ്യത്തിന് അവരെന്നെ ആക്രമിച്ചില്ലെന്ന് പറയാം. അയ്യോ, കഷ്ടമായി പോയല്ലോ മോനെ നിന്റെ കാര്യം. ആ പക്ഷേ നാണം കെട്ട് ഞാൻ വീണ്ടും വന്നു. ദേവിയെ തന്നെ ഇറങ്ങിപ്പോവാൻ പറയരുത്. ബസ് സ്റ്റാൻഡിൽ കിടക്കാൻ പോലീസ് സമ്മതിക്കുന്നില്ല. എന്നെയും തെരുവ് പട്ടികളെയും ഒരുമിച്ചാ തല്ലി ഓടിച്ചത്. കേൾക്കുമ്പോ കഷ്ടം തോന്നുന്നു മോളെ. നമ്മുടെ പ്രകാശനെയും മനോജിനെയും പോലെയുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ ഇത്? ഭാര്യ എന്ന നിലയിൽ എനിക്കിവിടെ പല പരിമിതികളും ഉണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. വന്നു കയറിയതല്ലേ ഉള്ളു മോളെ, ഒരു ചായ കൊടുത്തിട്ട് വിട്ടാ മതി. എനിക്ക് ചായ ഒന്നും വേണ്ട മുത്തശ്ശി, എന്റെ സങ്കടം ഒന്ന് കേട്ടാ മതി. അനാഥനായിരുന്ന വിക്രമിന് സ്നേഹമുള്ള ഒരു ഭാര്യയും മുത്തശ്ശിയും കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഞാനിപ്പോഴും അനാഥനാ. ഇതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? അല്ല, ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ സുഖവും സന്തോഷവും അറിയാൻ എനിക്ക് കൊതിയുണ്ടാവില്ലേ? എന്റെ സങ്കടങ്ങൾ പറയാൻ എനിക്ക് മറ്റാരുമില്ല. ഒരു കുടുംബാന്തരീക്ഷത്തില് ഏറ്റവും പ്രധാനം കുടുംബനാഥന. അയാളുടെ ഇഷ്ടത്തിനെതിരായി സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് നാട്ടുമര്യാദയല്ല. അതൊരു ഭാര്യയുടെ നിലപാട്. പക്ഷേ പ്രായവും പക്വതയും അലിവും സ്നേഹവും ഉള്ള ഈ മുത്തശ്ശി പറഞ്ഞ
കുടുംബനാഥനും അനുസരിക്കേണ്ടതല്ലേ? മുത്തശ്ശി പറഞ്ഞ എനിക്കിവിടെ കുറച്ചു ദിവസം കഴിയാനുള്ള അനുവാദം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ, പ്ലീസ് എന്നെ ഇപ്പം മുത്തശ്ശി പറഞ്ഞ പ്രകാശായോ മനോജായോ ആരെങ്കിലുമൊക്കെ കണ്ടാ മതി. നീ വീണ്ടും വന്നു? മച്ചു, ഞാൻ അതെ മക്കളെ, ഇവൻ ഒരേ ഒരു സുഹൃത്തും ബന്ധുവും വേണ്ടപ്പെട്ടവനൊക്കെ നീ മാത്രമാ. ഇവൻ കുറച്ചു ദിവസം ഇവിടെ താമസിച്ചോട്ടെ. അത് ബസ് സ്റ്റാൻഡിലെ തെരുവ് നായ്ക്കളുടെ കൂടെ കഴിയാൻ ഇവനെ പറഞ്ഞു വിടരുത്. മുത്തശ്ശി പറയുന്നത് മോൻ അനുസരിക്കത്തില്ലേ? അച്ഛനോ? എന്നിട്ടെന്താ ജഗൻ ഫോൺ എടുക്കാത്തെ? കട്ടായി. കട്ടായെങ്കിൽ തിരിച്ചു വിളിക്കേ. എന്തായാലും ഇപ്പൊ വിളിക്കുന്നില്ല. ജഗ, അച്ഛൻ വിളിച്ചതല്ലേ? എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ? ആവശ്യക്കാരാണെങ്കിൽ വീണ്ടും വിളിക്കും. ഇത്രയൊക്കെ വാശി വേണോ അച്ഛനോട്? ഇത് വാശി മാത്രമല്ല, സ്നേഹവും പിടിവാശിയും തമ്മിലുള്ള ഒരു മത്സര. ഒടുവിൽ ഒരാൾ ജയിക്കും, മറ്റൊരാൾ തോൽക്കും, അല്ലേ? പക്ഷേ തോൽക്കുന്നത് അച്ഛനാവരുത്. നമ്മുടെ കഷ്ടങ്ങൾ അറിഞ്ഞ് നമ്മൾ വേദനിക്കാതിരിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു അച്ഛനെ കണ്ട് വളർന്ന മകളാണ് ഞാൻ. ആ അച്ഛന്റെ ഉള്ളൊന്ന് പിടഞ്ഞാൽ എനിക്കറിയാം. ജഗന്റെ സ്നേഹം കരുതലും ഒക്കെ അറിഞ്ഞ ആ അച്ഛന് സ്വന്തം മകനെ മിസ്സാവുന്നത് ഓർത്തായിരിക്കണം